മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു രാജാതി രാജാവാണ് അല്ലെ, ലോർഡ് ഓഫ് ലോർഡ്, കിങ് ഓഫ് കിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു ബൈബിളിലും. യേശു ക്രിസ്തു വരുന്നു. യേശുവിന്റെ രണ്ടാമത്തെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു. ഒന്നാമത്തെ വരവ് പോലും അറിഞ്ഞിട്ടില്ല പല ആൾക്കാരും അല്ലെ. പലരും യേശുവിന്റെ ഒന്നാമത്തെ വരവ് പോലും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആൾക്കാരും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ രണ്ടാമത്തെ വരവിനെ അവർ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മള് എല്ലാവരും സ്വീകരിച്ചു പോകും യേശുവിന്റെ രണ്ടാമത്തെ വരവ് അല്ലെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ഇനി വരാൻ പോകുന്നത് ആ ഒരു അറക്കാൻ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുന്ന കുഞ്ഞാടായിട്ടല്ല, ബലി കൊടുക്കാൻ വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച കുഞ്ഞാടായിട്ടല്ല യേശു ക്രിസ്തു ഇനി വരാൻ പോകുന്നത്. രാജാതി രാജാവായിട്ട് അല്ലെ, ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്ന വ്യക്തിയായിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ പിതാവ് നട്ടില്ലാത്ത സകല തൈകളെയും ദൈവം തന്നെ എന്താ പറയുക അപ്രൂട്ട് ചെയ്യുന്ന ഒരു ദിവസം വരുന്നുണ്ട് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പണിയാത്ത സകലത്തിനെ ദൈവം പൊളിച്ചടക്കുന്ന ഒരു ദിവസം വരുന്നു. അപ്പൊ നമ്മള് ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെ. നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലെ, ദൈവത്തിന്റെ ഇഷ്ടമുള്ള പ്രകാരം പണിതെടുക്കുന്നതിന് വേണ്ടി അല്ലെ, നമ്മള് കളിമണ്ണായിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക്, പോട്ടറാണ് ദൈവം അല്ലെ, ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവനിഷ്ടമുള്ള ഒരു വെസലായിട്ട്, അവനിഷ്ടമുള്ള ഒരു രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക് നമ്മളെ പണിതെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളതിന് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ കിങ്ഡത്തെ സ്ഥാനമുള്ളൂ. അല്ലാത്തതിന് എല്ലാം ദൈവം തച്ചുടക്കുക തന്നെ ചെയ്യും അല്ലെ. നമുക്കറിയാം യേശു ക്രിസ്തു രണ്ടാമത്തെ വരുന്ന രാജാതി രാജാവായിട്ട് വരുമ്പോൾ കയ്യിൽ ഒരു ഇരുമ്പ് എന്താ പറയുക ചെങ്കോലുമായിട്ടാണ് വരുന്നത്. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ, ദൈവം ഇനി വരാൻ പോകുന്നത് കുഞ്ഞാടായിട്ടല്ല, ബലി കൊടുക്കുന്ന കുഞ്ഞാട്ടായിട്ടല്ല, ബലി കൊടുക്കാനുള്ള കുഞ്ഞാടായിട്ടല്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക്. മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാൻ ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്തായിട്ട് നന്ദി പറയുന്നത് കർത്താവേ. യേശുവെ നന്ദി പിതാ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ സ്വീകരിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ പാവികളായിരുന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചു കർത്താവ് ലോഡ് ഫാദർ. ഞങ്ങളെ വാഷ് ചെയ്ത് അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങൾക്കിന്ന് ജീവൻ തന്നിരിക്കുന്നു കർത്താവ് ലോഡ് ഫാദർ. താങ്ക് യു ജീസസ് മാസ്റ്റർ. എല്ലാ ഹെവൻലി ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് മാസ്റ്റർ ഞങ്ങൾക്കൊണ്ട് യേശു ക്രിസ്തുവിൽ കർത്താവ് ലോഡ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഞങ്ങൾ അങ്ങയുടെ രക്തം കാണും. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. ഞങ്ങളോട് സംസാരിക്കണമേ നാഥ, ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമേ കർത്താവേ. ഞങ്ങളുടെ അന്ധകാരത്തെ കർത്താവേ അങ്ങ് എൻലൈറ്റൻ ചെയ്യുന്ന ദൈവം കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നിട്ട് നന്ദി പറയുന്ന പിതാവേ. ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളെ സ്വീകരിച്ചതിനാണ് നന്ദി പറയുന്ന പിതാവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നമുക്കിന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. 15-ാമത്തെ ചാപ്റ്റർ 1 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്കിന്റെ വാക്കെന്ന് പറയുന്നത് 13-ാമത്തെ വാക്കാണ്. അതായത് അതിനവൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും എന്ന് പറഞ്ഞൊരു വാക്കാണ് എനിക്കിന്ന് പറയാനുള്ളത്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് 1 തൊട്ട് 12 വരെയുള്ള വാക്കുകളോട് ഒന്ന് വായിക്കാം അല്ലെ. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് 1 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നു അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോട് എങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ചു യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടു അകന്നിരിക്കുന്നു. മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ചു അവരോട് പറഞ്ഞത്, കേട്ട് ഗ്രഹിച്ചു കൊള്ളുവിൻ. മനുഷ്യന് അശുദ്ധി വരുത്തുന്നതോ വായ്ക്കകത്ത്
ചെല്ലുന്നത് അല്ല, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അടുക്കെ വന്നിട്ട്, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും. അപ്പൊ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ NKJV അല്ലെങ്കിൽ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് വേർഷൻ, അതിലേക്ക് വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 13ാമത്തെ വാക്ക്, എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറിച്ചു കളയുക തന്നെ ചെയ്യും, അല്ലെ, അപ്രൂട്ട് ചെയ്ത് കളയുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് താൻ നട്ടിട്ടില്ലാത്ത സകല വൃക്ഷത്തെയും, താൻ പണിതിട്ടില്ലാത്ത സകലതിനെയും ദൈവം നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും, അല്ലെ. അപ്പൊ ഇവിടെ യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഇവിടെ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് പറയുന്നത് എന്താ പറയുക, പരീശന്മാരെ ശാസ്ത്രന്മാരെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുകയാണ്, അല്ലെ, അങ്ങനെ ആകരുത്, അല്ലെ. ദൈവത്തിന്റെ കൽപ്പന കേട്ടുകൊണ്ട് ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ, അല്ലെ, ദൈവം എന്താണ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്, ആ ഒരു വ്യക്തികളായി തീരുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിന്റെ സിംഹാസനത്തില്, ദൈവത്തിന്റെ കിങ്ഡത്തിൽ, സിംഹാസനത്തിൽ ദൈവത്തിന്റെ കിങ്ഡത്തില് ഒരു സ്ഥാനമുള്ളൂ എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരീശന്മാരെ പറ്റി, ശാസ്ത്രിമാരെ പറ്റി പറയുവാണെങ്കിൽ, അല്ലെ, ഫാരിസീസും സാദുസീസും, അല്ലെ, അങ്ങനെ രണ്ട് കൂട്ടരെ പറ്റി ഒന്ന് പറയുവാണെങ്കിൽ, പരീശന്മാരും ശാസ്ത്രിമാരും, അല്ലെ, ശാസ്ത്രിമാർ ഇവിടെ പറയുന്നത് സ്ക്രൈബ്സ് ആണ് ശാസ്ത്രിമാര്, പരീശന്മാരും സാദുസീസും, അല്ലെ. ഫാരിസീസും സാദുസീസും എന്ന് പറയുമ്പോൾ റിലീജിയസ് സെക്റ്റിൽ പെട്ടവരായിരുന്നു, റിലീജിയസ് ഗ്രൂപ്പ് ആയിരുന്നു, ജൂഡായിസത്തിലെ റിലീജിയസ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ അവർക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാരിസീസ് ഒരിക്കൽ പോലും എന്താ പറയുക, ഫാരിസീസ് സാദുസീസ് ആണ്, അവര് ദൈവത്തെ അവർക്ക് അറിയത്തില്ല, ദൈവത്തെ അവര് കുറെ തോറ അറിയാമായിരുന്നു, എന്താ പറയുക, കുറെ ടെക്സ്റ്റ് അറിയാമായിരുന്നു എന്നല്ലാതെ അതിന്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ, ദൈവത്തെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ പോലും. അങ്ങനെയാണ് അവർക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും യേശുക്രിസ്തുവിനെ അവർ തള്ളിക്കളയത്തില്ല എന്നല്ലേ. ഇവരെപ്പോഴും യേശുക്രിസ്തുവിന് പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരായിരുന്നു. പരീശന്മാര് ആ റിലീജിയസ് സെക്ടറിൽ വെച്ചിട്ട്, റിലീജിയസ് ഗ്രൂപ്പിൽ വെച്ചിട്ട് പരീശന്മാര് കുറച്ചും കൂടെ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി അവർ വിശ്വസിച്ചിരുന്നു, അല്ലെ, ഒരു എന്താ പറയാ, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു, പിന്നെ ഏഞ്ചൽസ് ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ സാദുസീസ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് അവര് ഇതിലൊന്നും വിശ്വസിച്ചിട്ടിരുന്നില്ല, അല്ലെ. അപ്പൊ നമുക്കറിയാം, പോള് ഒരു പരീശനായിരുന്നു, അല്ലെ, ഒരു ഫാരിസി ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ പരീശന്മാരും കുറെ ശാസ്ത്രന്മാരും കൂടെ എന്താ പറയുന്നത്, യേശുവിന്റെ അടുക്കൽ വന്നു പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇവർക്ക് എങ്ങനെയെങ്കിലും യേശുവിന് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു, അല്ലെ. ഇവര് പരീശന്മാരെ ശാസ്ത്രിമാരെ പറ്റി, സാദുസീസിനെ പറ്റി നമ്മളൊന്ന് വിചാരിച്ചു നോക്കി, ഇവര് ആരായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഹൈപ്രീസ്റ്റൊക്കെ സാദുസീസിന്റെ ഇടയിൽ നിന്ന് വന്നു. അപ്പൊ ദൈവം എന്താ പറയുക, ദൈവത്തിന്റെ കിങ്ഡത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ദൈവം എങ്ങനെ നടക്കണം എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കിങ്ഡത്തിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആൾക്കാരായിരുന്നു. നിക്കോഡിമസിനോട് യേശുക്രിസ്തു ഇങ്ങനെയല്ലേ പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ടീച്ചറാണ്, അല്ലെ, എന്നിട്ട് കൂടി നിനക്ക് ബോൺ അഗെയിനെ അങ്ങനെയുള്ള കാര്യത്തെ പറ്റി ഒന്നും അറിയത്തില്ല എന്ന് യേശു ചോദിച്ചു. പക്ഷെ അപ്പോഴും യേശു ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നീ ഇസ്രായേലിന്റെ ടീച്ചറാണ്. അപ്പൊ ഇവര് ഇസ്രായേലിന്റെ ടീച്ചർമാരാണ്. ഇവർ ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്, അല്ലെ, ദൈവത്തിന്റെ വഴി കൂടെ നടക്കണം എന്ന് പഠിപ്പിക്കേണ്ട ആൾക്കാരാണ് ഇവര് ശരിക്കും പറഞ്ഞത്, അല്ലെ. ദൈവത്തിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതൊന്നുമല്ല അവരുടെ കാര്യം. അവര് ദൈവത്തിന് എങ്ങനെയെങ്കിലും പണി കൊടുക്കണം എന്ന് പറഞ്ഞ് നടന്നുകൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇവര് ദൈവത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ പറയുക, കുറെ കുറ്റങ്ങൾ പറയുക, നിന്റെ എന്താ പറയുക, ഡിസൈപ്പിൾസ്, ശിഷ്യന്മാര് എന്തുകൊണ്ടാണ് അവര് ട്രഡീഷണലായിട്ട് കൈ കഴുകാതിരിക്കുന്നത്, അല്ലെ, എന്തുകൊണ്ടാണ് അവര് നിങ്ങളുടെ പൂർവികരുടെ സമ്പ്രദായം അനുസരിച്ച് അവർ ജീവിക്കാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു എന്താ പറയുക ശബത്ത് നോക്കാതിരിക്കുന്നത്, അല്ലെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ശബത്തില് അവര് ശിഷ്യന്മാർക്ക് എന്താ പറയുക ഗ്രെയിൻസ് പറിച്ചു തിന്നാൻ അനുവാദം കൊടുക്കുന്നു, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ശബത്തിൽ ആൾക്കാരെ സുഖപ്പെടുത്തുന്നത്, എന്തിനാണ്
ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾക്കൊരു ട്രഡീഷൻ ഉണ്ട്. ആ ട്രഡീഷൻ അനുസരിച്ച് പോയാ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ അല്ലെ? അപ്പൊ ദൈവം ഇവിടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും അല്ലെ എന്താ പറയാ ആം, പിന്നെ സാധുസേസും അല്ലെ അവര് സദൂക്യരല്ലേ അപ്പൊ അവര് മോശമാണെന്ന് കാണിക്കുന്നതിനെ പറ്റിയല്ല ദൈവം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് റിലീജിയസ് ആയിട്ട് സ്പിരിറ്റ് ആയിട്ട് അല്ലെ നമ്മൾ ചെയ്യുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെ നമ്മള് ദൈവത്തിന്റെ വചനം വേണ്ടെന്ന് വെക്കുന്ന നമ്മളുടെ ഇടയിൽ ഉള്ള വേണ്ടെന്ന് വെക്കുന്ന നമ്മൾ പോലും അറിയാതെ അല്ലെ അവര് തങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള സ്പിരിറ്റിന്റെ ആ ഒരു ബന്ധനത്തിലായിരുന്നു കൊണ്ട് എന്താ പറയുക അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ ട്രഡീഷന്റെ ഭാഗമായിട്ട് ഓരോ കാര്യങ്ങൾ അല്ലെ ചെയ്തു കൂട്ടിക്കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ പോലും അറിയാതെ ബ്രേക്ക് ചെയ്യപ്പെടുന്നതിനെ പറ്റിയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ ചിലപ്പോ അവര് അറിയുന്നുണ്ടായിരിക്കും ചെയ്യുന്നത് ചിലപ്പോ അറിയാതെയായിരിക്കും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിങ്ങനെയുള്ള ആൾക്കാർ പലരും നമ്മളുടെ ചർച്ചകളിൽ ഉണ്ടെന്ന് ചുരുക്കമില്ല പല ചർച്ചകളുണ്ട് പല ഡിനോമിനേഷൻസ് ഉണ്ട് അല്ലെ നമുക്കറിയാം പലതരത്തിലുള്ള ഡിനോമിനേഷന്റെ കാര്യം എന്തിനാന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ ഒരു ബാപ്റ്റിസേ ഉള്ളൂ ഒരു പിതാവേ ഉള്ളൂ അല്ലെ ഒരു ചർച്ചയേ ഉള്ളൂ അല്ലെ ഗ്ലോബലായിട്ട് ഒരു ചർച്ച ദൈവത്തിന്റെ മണവാട്ടി യേശുക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറഞ്ഞ ഒരു ചർച്ച ഉള്ളൂ അതിന്റെ ഇടയ്ക്ക് ഈ 10,000 ഡിനോമിനേഷൻസ് എന്തിനാന്നുള്ള കാര്യം പോലും നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ എന്നാലും ഓരോരുത്തരും മനുഷ്യന്റെ ഡോക്ടറും വെച്ചിട്ട് അതിന് ഇഷ്ടംപോലെ ഡിനോമിനേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്കറിയാം ബൈബിളിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു അല്ലെ പോൾ വഴിയും പീറ്റർ വഴിയൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ചർച്ചുകൾ അവിടെയൊന്നും ഡിനോമിനേഷൻ ആയിട്ടല്ല നമ്മൾ കാണുന്നത് ചർച്ച് കൊരിന്തെന്ന് പറഞ്ഞു കൊരിന്തിലുള്ള ചർച്ച് കൊരിന്ത് പറഞ്ഞ സ്ഥലപ്പേരാണ് അല്ലെ എന്താ പറയുന്നത് എഫേഷ്യക്ക് എഴുതിയ ലേഖനത്തിൽ ആ ഒരു ചർച്ച് എഫേസോസിലുള്ള ചർച്ച് അല്ലെ അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് ചർച്ചുകളെ പറ്റി പറയുന്നത് അല്ലെ അറിയാവുന്നതിന് വേണ്ടി അല്ലെ അപ്പൊ ഇത് എന്താ പറയുന്നത് തെസലോനിക്കയിലുള്ള ചർച്ച് അല്ലെ തിമോത്തിക്ക് എഴുതിയ ലേഖനം അങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ സ്ഥലങ്ങളിലുള്ള പ്രദേശങ്ങളിലുള്ള ചർച്ചിനെ പറ്റി പറഞ്ഞു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ പെന്തക്കോസ്റ്റ് ചർച്ച് ബാപ്റ്റിസ്റ്റ് ബ്രദറന്മാര് കാത്തലിക് ചർച്ച് അല്ലെ അങ്ങനെ ഒരുപാട് ഡിനോമിനേഷൻസ് വന്നിരിക്കും അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ചെയ്യുന്ന പോലെ അല്ലെ സദൂക്യരും ചെയ്യുന്ന പോലെ വന്നിട്ട് മറ്റുള്ള ഓരോരുത്തരെയും അല്ലെ ഓരോ ഡിനോമിനേഷനെയും കുറ്റപ്പറയും പെന്തക്കോസ്തുകാര് പറയും ആ ബാപ്റ്റിസ്റ്റുകാർ ചെയ്യുന്നത് ശരിയല്ല ബാപ്റ്റിസ്റ്റുകാർ പറയും ഒക്കെ പെന്തക്കോസ്തുകാർ കൈയടിക്കുന്നത് അത് ശരിയല്ല അതുപോലെ അല്ല എന്താ പറയുക ചെയ്യേണ്ടത് അല്ലെ ചില ആൾക്കാർ പറയും ഇന്ന് ഹീലിംഗ് ഇല്ല പ്രൊഫസി കൊടുക്കാൻ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ വർക്ക് നടക്കുന്നില്ല അപ്പൊ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അല്ലെ എത്രയോ പേര് പ്രൊഫസി തെറ്റായിട്ടുള്ള പ്രൊഫസി കൊടുക്കുന്നു എത്രയോ കാര്യങ്ങളാണ് നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ ദൈവം എന്താ ദൈവത്തിന്റെ ചർച്ചകൾ കെട്ടിപ്പടുത്തുന്നതൊക്കെ ഒരുപാട് മാറിപ്പോയിട്ട് നമ്മുടേതായിട്ടുള്ള ഐഡിയയിലേക്ക് വന്നിരിക്കുകയാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മളോട് ദൈവം സംസാരിക്കുകയാണ് ഈ വചനം വഴി അല്ലെ ഇവിടെ 4ാമത്തെ വാക്യം പറഞ്ഞ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്ന അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നോ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചില്ല 10 കൽപ്പനയിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നുള്ള കാര്യം അല്ലെ ഇവിടെ ശാസ്ത്രിമാരും പരീശന്മാരും അതൊന്നും ചെയ്യാതെ അവര് ദൈവത്തിന്റെ കൽപ്പനയെ എന്താ അവര് വേണ്ടെന്ന് വെക്കുക ചെയ്യുന്നത് അല്ലെ അതിന് ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുക ചെയ്യുന്നത് അപ്പൊ അതൊരു പാപമാണ് അല്ലെ അപ്പൊ അങ്ങനെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക ഐസയ വഴി ദൈവം ഓൾറെഡി പ്രോഫസി ചെയ്തിരിക്കുന്ന കാര്യം അതരം കൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്ന വ്യക്തികൾ പക്ഷെ ഹൃദയം കിലോമീറ്ററുകൾ അപ്പുറത്തായിരിക്കുന്ന വ്യക്തികൾ അങ്ങനെയാണോ നമ്മൾ എന്നതിനെ പറ്റി നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അല്ലെ നമ്മള് എന്താ പറയുക ബ്രദറൻകാരാകുന്നതിന് വേണ്ടി അല്ലെ പെന്തക്കോസ്തുകാർ ആകുന്നതിന് വേണ്ടി അല്ലെ ബാപ്റ്റിസ്റ്റുകാരാകുന്നതിന് വേണ്ടി അല്ലെ നമ്മളുടേതായിട്ടുള്ള ട്രഡീഷൻസ് ആണ് നമ്മുടേതായിട്ടുള്ള ഡോക്ടറിൻ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സെൽഫ് റൈറ്റിയസ്നെസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൂട്ടുമ്പോഴും അല്ലെ നമ്മൾ ദൈവത്താൽ പണിയപ്പെടുന്നവരാണോ എന്ന് നമ്മൾ ഒന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ട് അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിരം കൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നവരാണോ ഹൃദയങ്ങൾ കിലോമീറ്ററുകൾ ദൈവത്തിൽ നിന്ന് എന്താ പറയുന്നത് അപ്പാർട്ടായിട്ട് നിൽക്കുന്ന ദൈവത്തിൽ നിന്ന് നിൽക്കുന്ന കപട ഭക്തിക്കാരായിട്ടുള്ള വ്യക്തികളാണോ നമ്മൾ നോക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലെ ദൈവത്തിന്റെ വരവ് വളരെ അധികം അടുത്തിരിക്കുകയാണ് ദൈവം പണിയാത്തതിന് എല്ലാത്തിനെയും ദൈവം തച്ചുടയ്ക്കുക തന്നെ ചെയ്യും ദൈവം എന്താ പറയുക നട്ടിട്ടില്ലാതെ വളർത്താതിരിക്കുന്ന തൈകളെ എല്ലാത്തിനും എന്താ പറയുക
ട്രീസിനെ എല്ലാത്തിനെയും ദൈവം കട്ട് ചെയ്ത് താഴെ ഇടുന്ന ഒരു സമയം വരും അല്ലെ. നമ്മളെപ്പറ്റി ദൈവം വിചാരിച്ചിരിക്കുന്ന എന്താ, നമ്മളെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹം എന്താ അല്ലെ. അവന്റെ വീട്ടില് അല്ല, അവന്റെ എന്താ പറയാ ഗാർഡനിൽ വളരുന്ന ഒലിവ് ട്രീ പോലെ ആയിരിക്കണം. ഇങ്ങനെയാണ് ഡേവിഡ് പറഞ്ഞിരിക്കുന്നത്. ഡേവിഡിനെ പറ്റി പറഞ്ഞിരിക്കുക 52ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോ 8ാമത്തെ വാക്യം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലീവ് വൃക്ഷം പോലെയാകുന്നു. ഡേവിഡിന് അങ്ങനെ പറയാനുള്ള ഒരു എന്താ പറയാ ഒരു അവകാശം ഉണ്ടായിരുന്നു അല്ലെ. അത് ഒരു ചങ്കുറപ്പോട് കൂടി ഡേവിഡിനെ പറയാമായിരുന്നു. കാരണം ദൈവത്തെ മാത്രം മൈൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ. ദൈവത്തിന്റെ വഴി കൂടെ നടക്കാൻ പരമാവധി ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ തെറ്റുപറ്റിപ്പോയി ഡേവിഡ്, അത് വാസ്തവമാണ്. പക്ഷെ തെറ്റുപറ്റിപ്പോയ കാര്യം ഏറ്റുപറഞ്ഞ് എന്താ പറയുക ശിക്ഷ ഏറ്റെടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ഡേവിഡ്. അതുകൊണ്ട് തന്നെ ഡേവിഡിനെ പറ്റി ദൈവം പറയുന്നത് എന്റെ ഹൃദയത്തിന് പുറകെ നടക്കുന്ന ഒരു വ്യക്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതാണ് നമ്മളെ പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത്. തെറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റ് ചെയ്യരുത് ഒരു കാരണവശാലും അല്ലെ. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ആലയത്തിൽ എന്താ പറയുക ദൈവത്തിന്റെ കൈ കൊണ്ട് കുഴിച്ചു വച്ചിരിക്കുന്ന വൃക്ഷങ്ങളായിട്ട് വളരത്തുള്ളൂ അല്ലെ. ഇപ്പൊ നമുക്ക് 92ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോ ദൈവം 13ാമത്തെ വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആലയത്തില് അല്ലെ വളരുന്ന അത് എങ്ങനെ ദൈവത്തിന്റെ ആലയത്തിൽ ഗൃഹത്തിൽ അല്ലെ ഹൗസിൽ പ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ട്രീ അത് ദൈവത്തിന്റെ കോർട്ടില് അത് തഴച്ചു വളരുക തന്നെ ചെയ്യും എന്നാ പറ്റും. ദൈവത്തിന്റെ ആലയത്തിൽ പ്ലാന്റ് ചെയ്യണമെങ്കിൽ അത് പ്ലാന്റ് ചെയ്യുന്ന ദൈവമാണ് അല്ലെ, മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ കിങ്ഡത്തിൽ നമുക്ക് സ്ഥാനം ഉണ്ടാകണമെങ്കിൽ അത് ദൈവമാണ് നമുക്ക് തരുന്നത് അല്ലെ. അതിന് നമുക്കറിയാം 1ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതിരിക്കുന്ന വ്യക്തി, പാവികളുടെ വഴിയിൽ നിൽക്കാതിരിക്കുന്ന, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിക്കുന്ന വ്യക്തി അല്ലെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന വ്യക്തി, അത് രാവും പകലും അവൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തി, അവൻ ബ്ലസ്ഡ് ആയിട്ടുള്ള വ്യക്തി. ഇവിടെ ഭാഗ്യവാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ബ്ലസ്ഡ് ആയിട്ടുള്ള വ്യക്തി അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയായിരിക്കും ദൈവം പറഞ്ഞിരിക്കുക വെച്ചാൽ ആറ്റിന്റെ കരയിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയായിരിക്കും. ആറ് എന്ന് ദൈവം പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ എന്ന് പറയും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന പല ഭാഗങ്ങളും റിവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അത് അവിടെ ദൈവം എല്ലായ്പ്പോഴും അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ മിക്കവാറും ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം എസെക്കിയേലിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഒരു റിവറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റെവലേഷന്റെ അകത്ത്, വെളിപാട് പുസ്തകത്തിന്റെ അകത്ത് നമുക്കറിയാം യേശുക്രിസ്തുവിന്റെയും പിതാവിന്റെയും ത്രോൺ അല്ലെ സിംഹാസനത്തിൽ നിന്ന് ഒരു റിവർ വരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക അല്ലെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുന്നത്, ദുഷ്ടന്മാരുമായിട്ട് അല്ലെ പാപികളുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ ചങ്കോട് ചേർത്തുകൊണ്ട് അത് രാവും പകലും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തി അല്ലെ, അവൻ എങ്ങനെയായിരിക്കും ആറിന്റെ കരയിൽ പ്ലാന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയായിരിക്കും അല്ലെ. സകല സീസണിൽ അവന്റെ ഫലമുണ്ടായിരിക്കും. അത് അവന്റെ എന്താ പറയുക ലീവ്സ് അല്ലെ, അവന്റെ ഇല ഒരിക്കൽ പോലും കരിഞ്ഞു പോകത്തില്ല അല്ലെ. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും. എന്ന് വെച്ചാൽ ദൈവം പ്ലാന്റ് ചെയ്യും അയാളെ, ദൈവം ബിൽഡപ്പ് ചെയ്യും, ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യും അങ്ങനെയുള്ള വ്യക്തികളെ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താ പറയുക ജീവിതമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ എന്താ പറയുക സാമ്രാജ്യത്തിൽ ഉണ്ടായിരിക്കും, സ്ഥാനമുണ്ട്, കിങ്ഡത്തിൽ സ്ഥാനമുണ്ട്. അല്ലാത്തതിനെ സകലതിനെയും ദൈവം അപ്രൂട്ട് ചെയ്യുന്ന, പിഴുതെടുത്ത് ദൂരെ കളയുന്ന സമയം വരുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മളുടെ ഇഷ്ടപ്രകാരം, നമ്മളുടെ ഐഡിയ പ്രകാരം ഉള്ളൊരു ജീവിതമല്ല ദൈവത്തിന്റെ കിങ്ഡത്തിൽ ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് അല്ലെ. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതം, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ജീവിതത്തെ പറ്റിയാണ് നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. കാരണം ക്രോസ് ഓഫ് കാൽവറി നടന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ, നമ്മളുടെ പാപം, നമ്മളുടെ ജീവിതം, നശിച്ചു പോകേണ്ടുന്ന ജീവിതം യേശുക്രിസ്തു ഏറ്റെടുത്തപ്പോൾ അവന്റെ ജീവൻ നമ്മൾക്ക് തരുക ചെയ്തത് അല്ലെ. നമ്മൾ ബാപ്റ്റിസം എടുത്തപ്പോൾ അവന്റെ മരണത്തിലേക്ക് നമ്മൾ മരിക്കുകയോ ചെയ്തു. പിന്നെ ബാപ്റ്റിസത്തിന്റെ വെള്ളത്തിൽ നമ്മൾ പൊങ്ങി വന്നിരിക്കുന്നത് ഒരു പുതിയ ജീവിതം, യേശുക്രിസ്തുവിനുള്ള ജീവിതമാണ്. യേശു പറയുന്ന അനുസരിച്ചുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വിലക്കെടുത്തതാണ് നമ്മളെ അല്ലെ. നമുക്കൊരു ഉടയനുണ്ട്, വിലക്കെടുത്താണ്, അവന്റെ രക്തം കൊടുത്തു. ഈ ലോകത്തുള്ള ഒന്നും കൊടുത്തിട്ട് നമ്മളെ വേണ്ടിയെടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു അല്ലെ. 49ാമത്തെ സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വില വേറൊരു വ്യക്തി കൊടുക്കാൻ സാധിക്കത്തില്ല അല്ലെ. എത്രമാത്രം പണമുള്ളവനായിക്കോട്ടെ, എന്നാലും അത് ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പിന്റെ വില ഭയങ്കരമാണ്, ഒന്നും കൊടുത്താൽ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം തന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്ക്, നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന
തന്നെ കാശ് കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ പിന്നെ നമ്മളതിന്റെ പേയ്മെന്റ് കഴിയുമ്പോൾ ബില്ല് അടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടേതാണ് ആ പ്രോപ്പർട്ടി അല്ലെ എന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ആ നിമിഷം തൊട്ട് നമ്മുടേതല്ല, അവന്റേതാണ് അല്ലെ, അവന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അവൻ പറയുന്ന അനുസരിച്ച് ജീവിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ രണ്ടാം വരവ് അടുത്തിരിക്കും. നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകാത്ത ഒരു കാര്യമാണ്. മത്തായി സുവിശേഷന്റെ 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 47 തൊട്ട് 50 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സ്വർഗത്തിന്റെ രാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം അല്ലെ. അപ്പൊ നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രത്തിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും അല്ലെ. ഒരു വലയോട് സദൃശ്യം, സമുദ്രത്തിലേക്ക് ഇടുന്ന ഒരു വലയോട് ഒരു സദൃശ്യമല്ല. വല നിറഞ്ഞു കഴിയുമ്പോൾ മുക്കോന്മാര് വലയെ വലിച്ചു കയറ്റും എന്ന് പറഞ്ഞ പോലെ അല്ലെ, ഏഞ്ചൽസ് ആണ് അത് വലയെ വലിച്ചു കയറ്റുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നല്ലതിനെയെല്ലാം ദൈവം തന്റെ കൊട്ടയിലേക്ക് ഇടും, ചീത്തേനെ എല്ലാം ദൂരെ കളയുന്ന സമയം വരുന്നു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കൂട്ടത്തിൽ നല്ലതുമുണ്ടോ ചീത്തയുമുണ്ടെന്ന് ചുരുക്കം അല്ലെ. നമ്മളുടെ കൂട്ടത്തില് നമുക്കറിയാം കളയുടെയും വീട്ടിന്റെയും പാരമണ്ടാത്തും ദൈവം സോറി അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ മക്കളുമുണ്ട്, പിശാചിന്റെ മക്കളുമുണ്ട്, നല്ലതുമുണ്ട് ചീത്തയുണ്ട്. നല്ലതിനെ നിലനിർത്തുകയും ചീത്തേനെ നശിപ്പിച്ചു കളയുന്ന ദിവസം വരുന്നു എന്ന് ചുരുക്കം. നല്ലതാകാൻ നമുക്ക് ശ്രമിക്കാം, യേശുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം അല്ലെ. യേശുവിന് വേണ്ടി മാത്രം ഒരു ജീവിതമായിരിക്കട്ടെ അല്ലെ. നമ്മൾക്ക് യേശുവിന്റെ കയ്യാൽ പടുത്ത് ഉയർത്തപ്പെടാം അല്ലെ. യേശുവിന്റെ കയ്യാൽ അല്ലെ നമ്മൾക്ക് വളരുന്ന വ്യക്തികൾ ആകാം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ജീവിതം. ഒരിക്കൽ പോലും മറന്നു പോകരുത് അല്ലെ. എപ്പോഴും നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകാത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച ആ ദിവസം അന്നുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഓക്കെ ആയിട്ടില്ല എന്ന് ചുരുക്കം അല്ലെ. ജസ്റ്റിഫിക്കേഷൻ ആണ് നടന്നത്. പാവങ്ങളെ തേച്ചു കളഞ്ഞു ദൈവം, പാവങ്ങളെ കഴുകിക്കളഞ്ഞു ആ ദിവസം. അതാണ് നടന്നിരിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ ഓരോ നിമിഷം നമ്മൾ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കുക അല്ലെ. അത് നമ്മൾ ഒരിക്കൽ പോലും മറന്നു കളയാത്ത ഒരു സമയം കളയരുത് ഒരു കാരണവശാലും അല്ലെ. അങ്ങനെ ആകുമ്പോ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പിന്നെയും പാപത്തിലേക്ക് നമ്മൾ എന്താ പറയുക എത്തിപ്പെട്ടു പോകുന്നതിന്റെ കാര്യം അല്ലെ. യേശുവിനെ കാണുമ്പോൾ യേശുവിനെ പോലെ ആയിത്തീരണം അല്ലെ. ഒന്നാമത്തെ ജോണിന്റെ അകത്ത്, യോഹന്നാൻ എഴുതിയ ലേഖനത്തിനകത്ത് 3ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവനെ കാണുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിപ്പോകും അല്ലെ, അവനെ പോലെ ആയിത്തീരും. അപ്പൊ യേശുക്രിസ്തു പരിശുദ്ധനാകുമ്പോൾ നമ്മൾ പരിശുദ്ധിയോടുകൂടി ഇരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ അറിവില്ലാത്തവർ പിന്നെയും പാപത്തിലായി പോകും അല്ലെ, പാപം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് അറിവുള്ള വ്യക്തികൾ അല്ലെ, ഒരു ദിവസം ഞാൻ അവനെ കാണുന്ന ഒരു ദിവസമുണ്ട്, അന്ന് അവനെ പോലെ എനിക്കുമായി തീരണം അല്ലെ. എന്തെന്ന് പറഞ്ഞാലും പറ്റില്ല, പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തെന്ന് പറഞ്ഞാലും പറ്റില്ല, എനിക്കും ആ റിസറക്ഷന്റെ പാട്ടായിരിക്കണം, എനിക്കും ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം, അവനാൽ ഞാൻ അറിയപ്പെടുന്നവനായിരിക്കണം അല്ലെ, അവനിൽ ഫൗണ്ട് ചെയ്യപ്പെടുന്നവനും ആയിരിക്കണം എന്നാ പോള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളും ഒരുപാട് പരിശ്രമിച്ചേ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം അല്ലെ. നമ്മൾ യേശുവിന്റെ രീതിയിൽ, യേശുവിന്റെ കയ്യാൽ പണിയപ്പെടുന്ന വ്യക്തികളായിരിക്കണം. ഹോളി സ്പിരിറ്റ് ഗോഡനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം നടക്കരുത്. ജീവിതത്തെ സബ്മിറ്റ് ചെയ്തേ സാധിക്കത്തുള്ളൂ അല്ലെ. ദിവസങ്ങളില്ല നമ്മുടെ കയ്യിൽ, എന്നാണ് യേശു വരുന്നത് നമുക്കറിയത്തില്ല. യേശു വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ നമ്മൾ മരിച്ചു പോയാലോ അല്ലെ. നമ്മൾക്ക് നമ്മുടെ നാളെ എന്നുള്ളത് ദൈവം നമ്മൾ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് അല്ലെ. ഇന്ന് ഒരു പക്ഷെ നമുക്ക് ദൈവം നമ്മളുടെ ആത്മാവിന് ദൈവത്തിലേക്ക് കൂട്ടാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം തൊട്ട് നമ്മൾ യേശുവിലായിരിക്കട്ടെ അല്ലെ. അവന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊടുക്കാം അല്ലെ. ഈ പരീക്ഷന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ ആകാതിരിക്കട്ടെ നമ്മുടെ ജീവിതം അല്ലെ. ദൈവം പറയുന്ന അനുസരിച്ച് അല്ലെ, ദൈവം പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ആകാൻ നമുക്ക്. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചോണ്ട് നിർത്താം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നു കർത്താവ്, അങ്ങയുടെ വചനത്തിനാണ് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളും പ്രിപ്പയർ ചെയ്യണേ കർത്താവ് ലോഡ് ഫാദർ, അങ്ങയുടെ കൈ കൊണ്ട് ഞങ്ങൾ പണിയണമെന്ന് അപേക്ഷിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങൾ കർത്താവ് ലോഡ് ഫാദർ ഞങ്ങളെ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തരുമോ കർത്താവ്. അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങളെ തച്ചുടച്ച് വാർത്ത് പണിതെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവ് ലോഡ് ഫാദർ. അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ കർത്താവ് ലോഡ് ഫാദർ, അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ ജീവിക്കട്ടെ കർത്താവ് ലോഡ് ഫാദർ. കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടുതൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് ഞങ്ങൾക്കൊന്നും
സാധിക്കത്തില്ല കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് ഞങ്ങളുടെ കൂടെ എന്നുമുണ്ട്. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പിതാവായിരിക്കുന്നതായിട്ട് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ കർത്താവ്. ഒരു കുടുംബത്തെ, ഒരു കുഞ്ഞുങ്ങളെ, ഒരു ഫൈനാൻസിനെ കർത്താവ്, മാരേജിനെ, ഒരു ഹെൽത്തിനെ കർത്താവെ, എല്ലാ ദൈവത്തിന്റെ ഒപ്പമുള്ള നടപ്പിനെ കർത്താവ്, ഒരു സ്പിരിച്വൽ ലൈഫിനെ കർത്താവ്, എല്ലാത്തിനും അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ദി ഹോളി നെയിം മാസ്റ്റർ. വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ട തന്നെ ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.